നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിണർ പണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായ റിങ് വാർക്കയാണ്. കുഴിച്ച കിണറിന് കാലങ്ങളോളം ബലം നിൽക്കണമെങ്കിൽ ഈ റിങ്ങുകൾ എത്രത്തോളം കൃത്യതയോടെ വാർക്കണം എന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പണി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഡൈകളെല്ലാം കൃത്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ്. ഓരോ റിങ്ങിനും കൃത്യമായ കനവും ബലവും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റീൽ ഡൈകൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒഴിക്കാനുള്ള കോൺക്രീറ്റ് മിക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിമൻറ്റും മണലും മെറ്റലും കൃത്യമായ അനുപാതത്തിൽ ചേർത്താലേ റിങ്ങിന് വിള്ളലുകളില്ലാതെ ഇരിക്കൂ. ഇപ്പോൾ വാർക്ക പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൈയുടെ ഇടയിലേക്ക് കോൺക്രീറ്റ് മിക്സ് ഒഴിച്ച് അത് നന്നായി ഉറപ്പിക്കണം. വായുകുമിളകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന റിങ്ങുകളേക്കാൾ കൂടുതൽ ബലം നമ്മൾ സൈറ്റിൽ തന്നെ വാർക്കുന്ന ഈ റിങ്ങുകൾക്കുണ്ടാകും. ഓരോ ലെയറും ഇട്ട് കഴിയുമ്പോൾ അത് ശരിയായ രീതിയിൽ ടാപ്പ് ചെയ്ത് ഉറപ്പിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. അങ്ങനെ വാർക്ക ഏകദേശം പൂർത്തിയായി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നല്ല വൃത്തിയായി ലെവൽ ചെയ്യാണ്. വെള്ളം കെട്ടി നിൽക്കാതെയും റിങ്ങുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കുമ്പോൾ കൃത്യമായി ഇരിക്കാനും ഈ ഫിനിഷിംഗ് വളരെ നിർബന്ധമാണ്. ഇതിന് കുറച്ച് സമയം കഴിഞ്ഞ് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഡൈ അഴിച്ചു മാറ്റാം. എത്രത്തോളം വൃത്തിയിലാണ് ഈ പണി തീർന്നിരിക്കുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഇന്നത്തെ കിണർ റിംഗ് വാർക്ക് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള സിവിൽ വർക്കുകളെക്കുറിച്ചോ കിണർ പണിയെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.